ഹല്ലേലൂയയിൽ ഇന്ന് 2 തെസ്സലോനിക്കൻ 2-ാം അധ്യായം 9, 10, 11 വചനങ്ങൾ. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെയായിരിക്കും. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, പൗലോസ്ലീഹായിലൂടെ പറഞ്ഞു തരികയാണ്, ഒരു അരാജകത്തിൻ്റെ ഒരു അജ്ഞാത ശക്തി നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ പ്രവർത്തിച്ച് വ്യാജമായതിനെ വിശ്വസിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം നമ്മളിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചെല്ലാവരും ശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെടുമെന്ന് തമ്പുരാൻ പറഞ്ഞു തരികയാണ്. വിശ്വസ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന എല്ലാ അരാജകത്വത്തിൻ്റെ, മിഥ്യയുടെ, നുണയുടെ പ്രചാരകന്മാരുടെ ഒരു ആത്മാവ് നമ്മുടെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ സത്യത്തിൽ നിന്ന് നമ്മളെല്ലാവരും വ്യതിചലിച്ച് നമ്മൾ മറ്റൊരു ലോകത്തിലേക്ക്, ശരിക്കും പറഞ്ഞ സത്യം നമ്മൾ മാറ്റി നിർത്തി അവയെ അവഹേളിച്ച് മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ ശിക്ഷാവിധിക്ക് നമ്മളെ ഇടയാകത്തക്ക വിധം നമ്മൾ പോലും അറിയാതെ വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് ജീവിക്കുക. അനുദപിക്കാം, പശ്ചാത്തപിക്കാം. ആമേൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. Follow the Word of God.